ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൊണ്ടേത്തമ്പലത്തിൽ പോകണേ, വിളക്കെടുപ്പുണ്ട്. അപ്പം ഇത്രയും ദിവസമായിട്ട് ഇന്ന് വരെ എനിക്കൊന്നും വിളക്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിലും ചേച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് എടുക്കാഞ്ഞത്. അപ്പോൾ ഒരു ഞായറാഴ്ച വരും, അന്നേരം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഉള്ളപ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ നമ്മൾ മുണ്ടയ്ക്ക് വന്ന് പൊടിവാവ എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പൊടിവാവ ഞാൻ വന്നാലേ ഒരുങ്ങത്തുള്ളൂ എന്നും പറഞ്ഞ് ഒരുങ്ങാതിരിക്കുമായിരുന്നു. അങ്ങനെ അവളെ സുന്ദരിക്കുട്ടിയാക്കി നമ്മൾ നേരെ അമ്പലത്തിൽ വന്നു. അങ്ങനെ ചമയവിളക്കിന് വിളക്കെടുത്ത് നമ്മളതെല്ലാം തുടച്ച് വെച്ച് കേട്ടോ. അത് മൊത്തം അഴുക്കായിട്ട് പൊടിയായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം തുടച്ച് നമ്മൾ വൃത്തിയാക്കി എണ്ണയും തിരിയൊക്കെ ഇട്ട് അകത്ത് കയറി കത്തിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ അടുത്തോട്ടൊന്ന് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി നമ്മുടെ ക്യൂവിൽ തന്നെ പോയി നിന്നു. അങ്ങനെ എല്ലാവരും കറങ്ങി വരുവാണ്. 5 വലത്താണ് നമ്മൾ വെക്കുന്ന അമ്പലത്തിന്. അപ്പോൾ സുമക്കുഞ്ഞമ്മ ഇന്ന് പറയിടാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, വാ നമുക്കിടാമെന്ന് പറഞ്ഞു. അത് ഞാൻ സാരി ഉടുത്തില്ല, അതുകൊണ്ട് ഇടുന്നില്ല, എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു അതിലൊന്നും കാര്യമൊന്നുമില്ല, വെള്ള ചുരിദാറല്ലേ ഇട്ടേക്കുന്നത്, അത് മതിയെന്ന് പറഞ്ഞ് എന്തായാലും കുഞ്ഞമ്മയും പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വിളക്കും എടുത്ത് കത്തിച്ച് എല്ലാവരും നിൽക്കുവാണ്. അമ്മയുണ്ട് കേട്ടോ. അമ്മയും വന്നിട്ട് പോകാനായിട്ട് വന്നതായിരുന്നു. ഞങ്ങളെല്ലാവരും എടുത്ത് കണ്ടപ്പോഴത്തേക്ക് അമ്മയും നിന്നു. അതല്ല, പൊടിവാവയും കൊണ്ട് പാടല്ലേ, അതുകൊണ്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര സൗണ്ടും വെട്ടവും ഒക്കെ കാണുന്നത് ഇപ്പോൾ അങ്ങ് പേടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞ് ആരുടെയും കൈ പോത്തതുമില്ല, താഴെ ഇറങ്ങത്തില്ല. ആദ്യം നമ്മളവിടെ നിന്ന സമയത്ത് തറയിലൊക്കെ നിന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ചെണ്ടകൊട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ ചേച്ചിയുടെ കൈ തന്നെ ആയിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയും മാറിയും തിരിഞ്ഞും എടുത്തു. അതിനുശേഷം പിന്നെ ഗീതാമ്മയുടെ കൈ കൊണ്ടങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമ്മളെല്ലാവരും പോകാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. എന്തോ പറ്റുമെന്ന് അറിയത്തില്ല. ഏട്ടൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് പിന്നെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്താണ് നമ്മുടെ ഈ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുള്ളത്. 3 മിനിറ്റ് കൂടുതൽ നമുക്ക് ഷോർട്സ് ഇടാൻ പറ്റത്തില്ലല്ലോ. ലോങ് വീഡിയോ ആക്കുന്നതായിരുന്നു നല്ലതെന്ന് ഈ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഏട്ടനായ കാശിയല്ല ശ്രീമോനെയും കാശിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാം എടുക്കാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും നല്ലതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസപ്പിനും അവിടെ ഉണ്ടായിരുന്നു. ഐസപ്പിൻ്റെ വീഡിയോ ഒക്കെ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം ഒരു ദിവസം എനിക്ക് വിളക്കെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത വർഷം ഒരു 3 ദിവസമെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.